ബ്ലോഗും ഹിന്ദി അധ്യാപക് മഞ്ചും സംയുക്തമായി ജൂലൈ 31-ന് പ്രേംചന്ദ് ദിനത്തിൽ നടത്തിയ പ്രേംചന്ദ് ദിന ക്വിസ് കോമ്പറ്റീഷൻ റിസൾട്ട് അനൗൺസ്മെന്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ജബ് തക് ഉർദു और ഹിന്ദി रहेगी तब तक പ്രേംചന്ദ് का नाम न मिटेगा. ഹിന്ദിയും ഉറുദുവും നിലനിൽക്കുന്നിടത്തോളം കാലം പ്രേംചന്ദ് എന്ന പേരും മാഞ്ഞു പോവുകയില്ല. കലം കാ സിപ്പാഹി എന്നും ഉപന്യാസ് സാമ്രാട്ട് എന്നുമൊക്കെ അറിയപ്പെടുന്ന ശ്രീ മുൻഷി പ്രേംചന്ദ് ഉറുദു ഹിന്ദി സാഹിത്യത്തിലെ മഹാനായ കഥാകൃത്തും നോവൽ എഴുത്തുകാരനുമായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ധൻപത് റായ് ശ്രീവാസ്തവ് എന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വിദ്യാർത്ഥികളുടെ അഭൂതപൂർവമായ പങ്കാളിത്തം ഈ ക്വിസ് കോമ്പറ്റീഷനിൽ കാണാൻ കഴിഞ്ഞു. ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ഈ സന്തോഷം പങ്കുവെക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ ഹിന്ദി വിഭാഗം പ്രൊഫസറായ മനു സാറാണ്. 3 കാവ്യസംഗ്രഹങ്ങൾ എഴുതിയിട്ടുള്ള ഇദ്ദേഹം 10ഓളം അന്താരാഷ്ട്ര സെമിനാറുകളിലും വെബിനാറുകളിലും പങ്കെടുത്ത് ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദിയിലെ ഗസൽഗാറും ഗാനരചയിതാവും കൂടിയായ പ്രൊഫസർ മനുവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ പരാമർശിക്കാൻ പോകുന്ന കാര്യം ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഭാഷ സംസ്കാരത്തിന്റെ സൂചകമാണ്. ഓരോ ഭാഷക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, സംസ്കാരമുണ്ട്. അത് പ്രചരിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന രീതിയും വ്യത്യസ്തങ്ങളാണ്. ഹിന്ദി അതിൻ്റെ സാഹിത്യ ഭാഷാരൂപത്തിൽ ഒരു വഴിയെ സഞ്ചരിക്കുന്നു, ഉറുദു ഭാഷ മറ്റൊരു വഴിയെ സഞ്ചരിക്കുന്നു. എന്നാൽ ഉറുദു ഭാഷയും ഹിന്ദി ഭാഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അതിൻ്റെ ആഴത്തെക്കുറിച്ച് പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഹിന്ദി സംസാരിക്കുന്നവർക്ക് ഉറുദു മനസ്സിലാക്കാം, ഉറുദു സംസാരിക്കുന്നവർക്ക് ഹിന്ദി മനസ്സിലാക്കാനും കഴിയും. എന്നാൽ ഇവ എഴുതപ്പെടുമ്പോൾ മാത്രമാണ് നാം അകന്നുപോകുന്നത്. സത്യത്തിൽ ലിപി വ്യത്യാസം മാത്രമേ ഇവർക്കിടയിൽ ഉള്ളൂ എന്നർത്ഥം. എന്നാൽ ഈ 2 ഭാഷകളെയും ഒരു കുടക്കീഴിൽ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്ന് ഒരു മത്സരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഒരു ചരിത്ര സംഭവമാണ്. ഇതിനു മുൻകൈ എടുത്തത് ഹിന്ദി അധ്യാപക് മഞ്ചും ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗുമാണ്. ഇവർ 2 പേരും കൂടി പ്രേംചന്ദ് ദിനത്തിൽ പ്രേംചന്ദ് ദിന ക്വിസ് മത്സരം നടത്തുകയുണ്ടായി. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ടി.എ. റഷീദ് പന്തലൂർ കൺവീനറായും ശ്രീ വിനോദ് കരുവമ്പലം കോർഡിനേറ്ററുമായാണ് ഈ മത്സരത്തിന് വേണ്ടിയിട്ട് വേദിയൊരുക്കിയത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ പ്രേംചന്ദ് ദിന ക്വിസ് മത്സരത്തിൽ 46,654 വിദ്യാർത്ഥികൾ പങ്കെടുത്തു എന്നുള്ളതാണ്. മാത്രവുമല്ല, 60% കൂടുതൽ മാർക്ക് നേടുന്നവർക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകുക എന്ന ശ്രമകരമായ ജോലി കൂടി ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ശ്ലാഘനീയമാണ്, അഭിനന്ദനീയമാണ്. എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഈ ഹിന്ദി ഭാഷയെയും ഉറുദു ഭാഷയെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബിരുദതലത്തിൽ ഹിന്ദി പഠിക്കുന്നവർക്ക് ഇലക്റ്റീവ് സബ്ജക്റ്റായിട്ട് സംസ്കൃതമാണുള്ളത്. ആ സംസ്കൃതത്തിനോടൊപ്പം ഇലക്റ്റീവായി ഉറുദു പഠിപ്പിക്കാനും ഉറുദു ബിരുദതലത്തിൽ പഠിക്കുന്നവർക്ക് ഹിന്ദി ഒരു ഇലക്റ്റീവായി പഠിപ്പിക്കാനും സാധിക്കണം എന്ന് ഞാൻ വർഷങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയാസമയങ്ങളിൽ കിട്ടുന്ന വേദികളിലൊക്കെ ഞാനിത് പറയാറുമുണ്ട്. ഞാൻ അതിൻ്റെ ശക്തനായ ഒരു വക്താവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി എന്നെ ഏറെ സന്തോഷവാനാക്കിയിട്ടുള്ളത്. പ്രേംചന്ദ് അതിന് കാരണക്കാരൻ ആയി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഹിന്ദിയിലും ഉറുദുവിലും രചനകൾ രചിച്ചു. അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ഇവർക്കായി. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി വരാനിരിക്കുന്ന നാളുകളിൽ, കാരണം ഇതിനു മുമ്പ് ഒരുപാട് പ്രേംചന്ദ് ദിന പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു.
ഹിന്ദിയുടെ വഴിയെയും ഉറുദുവിൻ്റെ വഴിയെയും. ഈ ഒരു സംഭവം മുൻനിർത്തി ഇനി വരാനിരിക്കുന്ന സമയങ്ങളിൽ രണ്ട് ഭാഷയെയും ഒരു കുടക്കീഴിൽ നിർത്തി ഒരു വലിയ ക്യാൻവാസിൽ ഇവയെ അവതരിപ്പിക്കാൻ ഈ സംഘടനക്ക് ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് സംഘടനകളും കൂടി ചേർന്നുള്ള ഈ പ്രവർത്തനം അഭിനന്ദനീയമാണ്, ശ്ലാഘനീയമാണ്. എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആയിരക്കണക്കിന് അധ്യാപകർക്കും ഭാഷാപ്രേമികൾക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും 1000 ആശംസകളും നന്ദിയും നേർന്നുകൊണ്ട് മത്സരത്തിലെ 1 മുതൽ 10 വരെ സ്ഥാനം നേടിയ കുട്ടികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. 10ാം സ്ഥാനം നേടിയിരിക്കുന്നത് ആർദ്ര കെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാപ്പ്, മലപ്പുറം. 9ാം സ്ഥാനം പാർവണ SR ഏറാമല UP സ്കൂൾ, കോഴിക്കോട്. 8ാം സ്ഥാനം നേടിയിരിക്കുന്നത് മെഹബാസ് അഹമ്മദ് PCN GHSS മൂക്കുത്തല, മലപ്പുറം. 7ാം സ്ഥാനം ദൃശ്യ കെ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്. 6ാം സ്ഥാനം ആദിൽ കൃഷ്ണ കെ MCC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട്. 5ാം സ്ഥാനം നേടിയിരിക്കുന്നത് അരവിന്ദൻ PH GHS നന്ദിയോട്, പാലക്കാട്. 4ാം സ്ഥാനം പാർത്ഥിവ് M SKP ഹയർ സെക്കൻഡറി സ്കൂൾ, പാലക്കാട്. 3ാം സ്ഥാനം ഗായത്രി J മേനോൻ TSN MHS കുണ്ടൂർകുന്ന്, പാലക്കാട്. 2ാം സ്ഥാനം യാദവ് കൃഷ്ണ R NSS UP സ്കൂൾ, ഉപ്പട, മലപ്പുറം. 46,654 കുട്ടികൾ പങ്കെടുത്ത ഈ ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മിടുക്കിയെ ഏറെ സന്തോഷത്തോടെ പരിചയപ്പെടുത്തുകയാണ്. ആയിഷ മെഹാക്കെ EMEA ഹയർ സെക്കൻഡറി സ്കൂൾ, കൊണ്ടോട്ടി, മലപ്പുറം ജില്ല. ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് 1 മുതൽ 10 വരെ സ്ഥാനം നേടിയ കുട്ടികളിൽ ചിലരുടെ പ്രതികരണത്തിലേക്ക്. വളരെ നല്ലൊരു അനുഭവമാണ് എനിക്ക് ക്വിസിലൂടെ കിട്ടിയത്. പ്രേംചന്ദ് എന്ന വലിയ സാഹിത്യകാരന്റെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ക്വിസിന് വേണ്ടി നോട്ട്ബുക്ക് ബ്ലോഗിൽ നിന്ന് പ്രസിദ്ധീകരിച്ച എല്ലാ വീഡിയോകൾ കാണുകയും കാര്യങ്ങൾ കുറിച്ചു വെച്ച് പഠിക്കുകയും ഞാൻ ചെയ്തു. ഇത് എനിക്ക് വളരെയധികം ഉപകാരപ്രദമായി. ഈ ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ച എല്ലാ വീഡിയോകളും മികച്ചതാണ്. ഏറെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളും നല്ല അവതരണ ശൈലിയും ഈ ബ്ലോഗിന്റെ പ്രത്യേകതയാണ്. ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ യാദവ് കൃഷ്ണ NSS UP സ്കൂൾ, ഉപ്പട 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗും ഹിന്ദി അധ്യാപക് മഞ്ജും സംഘടിപ്പിച്ച പ്രേംചന്ദ് ജയന്തി ക്വിസ് മത്സരം എനിക്കൊരു വേറിട്ട അനുഭവമായി തോന്നി. ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗ് പ്രസിദ്ധീകരിച്ച റിസോഴ്സ് വീഡിയോകൾ എന്നെ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ വളരെയധികം സഹായിച്ചു. ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗിന്റെ ഇത്തരത്തിലുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനമാണ്. എൻ്റെ പേര് ദൃശ്യ.
ഞാൻ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗും ഹിന്ദി അധ്യാപക് മഞ്ചും സംയുക്തമായി നടത്തിയ ക്വിസ് കോമ്പറ്റീഷൻ വളരെ ആസ്വാദ്യകരവും അതിലുപരി വിജ്ഞാനപ്രദവുമായിരുന്നു. ഈ മത്സരത്തിൽ എനിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിച്ചത് ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗ് പ്രസിദ്ധീകരിച്ച റിസോഴ്സുകളാണ്. അത് കണ്ട് പോയിന്റ്സ് ശേഖരിച്ചതിനാൽ ഈ ക്വിസ് കോമ്പറ്റീഷൻ വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചു. എന്റെ കൂടെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ അനിയൻ ആദിർ കൃഷ്ണയും മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സജിത മിസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് കണ്ടാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എന്നെ സഹായിച്ച എന്റെ ടീച്ചറിനും ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗിനും ഹിന്ദി അധ്യാപക് മഞ്ചിനും ഈ അവസരത്തിൽ ഞാൻ എന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗും ഹിന്ദി അധ്യാപക് മഞ്ചും സംയുക്തമായി സംഘടിപ്പിച്ച പ്രേംചന്ദ് ദിന ക്വിസ് വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നു. ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ച എല്ലാ വീഡിയോകളും വളരെയധികം അറിവ് പകരുന്നവയായിരുന്നു. ഇവയെല്ലാം ഈ ക്വിസിന് വളരെയധികം ഉപകാരപ്രദവുമായിരുന്നു. ഹിന്ദി കഥകൾ കൂടുതൽ വായിക്കാനുള്ള താല്പര്യം ഉണർത്തുന്നവയായിരുന്നു ഓരോ വീഡിയോകളും. നോട്ട്ബുക്ക് ബ്ലോഗ് ഞാൻ വിശദമായി വായിച്ചു. അതിലെ എല്ലാ വീഡിയോകളും ആഴത്തിൽ അറിവ് പകരുന്നവയായിരുന്നു. നന്ദി, നമസ്കാരം. ആധുനിക ഉറുദു ഹിന്ദി സാഹിത്യത്തിലെ കലം കാ സിപ്പാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രേംചന്ദിന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഉറുദു നോട്ട്ബുക്ക് ബ്ലോഗും ഹിന്ദി അധ്യാപക മഞ്ചും സംയുക്തമായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. ഈ അനശ്വര സാഹിത്യകാരനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പേന കൊണ്ടുള്ള ഇന്ദ്രജാലങ്ങളെക്കുറിച്ചും കൂടുതൽ അറിവുകൾ നേടാൻ പറ്റി എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ച വീഡിയോസ് നല്ല ഉപകാരപ്രദമായി. പ്രേംചന്ദിനെ കുറിച്ച് കൂടുതൽ അറിവ് പകർന്നുവെന്ന സംഘാടകർക്ക് നന്ദി അറിയിക്കുന്നു. നന്ദി, ഈ നമസ്കാരം. ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി ഹിന്ദി അധ്യാപക് മഞ്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കെ മുഹമ്മദ് മുസ്തഫ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹിന്ദി ഉറുദു സാഹിത്യ ചരിത്രത്തിന് ലോകത്ത് പുതിയ മാനം നൽകിയ മുൻഷി പ്രേംചന്ദിന്റെ ജന്മദിനമായ ജൂലൈ 31 സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പ്രേംചന്ദ് ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി ഹിന്ദി അധ്യാപക മഞ്ച് സംസ്ഥാന കമ്മിറ്റിയും കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു ദൗത്യത്തിനാണ് മുതിർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി പ്രേംചന്ദ് ദിന ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ മത്സര പരിപാടിയുടെ ഫലപ്രഖ്യാപനമാണ് ഇവിടെ നടന്നത്. ഈ പരിപാടിയുടെ അവതാരികയും ഹിന്ദി അധ്യാപക മഞ്ച് അംഗം കൂടിയായ ഷിഖിന ടീച്ചർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച കാലടി സർവകലാശാലയിലെ ഡോക്ടർ മനു, ഇതിൻ്റെ ഫലം പ്രഖ്യാപിച്ച KUTA സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് മാസ്റ്റർ, ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ നിയന്ത്രിച്ച മുഹമ്മദ് കോയ മലയമ്മ, ഫൈസൽ വഫ, ക്വിസ് കൺവീനർ റഷീദ് മാസ്റ്റർ മലപ്പുറം, കോർഡിനേറ്റർ ഹിന്ദി അധ്യാപക മഞ്ചിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ വിനോദ് കുരുവമ്പലം, ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ KUTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷംസുദ്ദീൻ തിരൂക്കാട്, KUTA അക്കാദമിക് കോർഡിനേറ്റർ അസീസ് മാസ്റ്റർ, ഹിന്ദി അധ്യാപക മഞ്ച് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോസ് തിരുവനന്തപുരം, ജനറൽ സെക്രട്ടറി ഷിഹാബ് വേദവ്യാസ, ഹിന്ദി അധ്യാപക മഞ്ച് സംസ്ഥാന അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ ഗോവിന്ദരാജ്, കേരളത്തിലെ വിദ്യാഭ്യാസ ഓഫീസർമാർ, ഉറുദു നോട്ട്ബുക്ക് ഭാരവാഹികൾ, ഹിന്ദി അധ്യാപക മഞ്ചിൻ്റെ ഉറുദു അധ്യാപക മഞ്ചിൻ്റെയും സംസ്ഥാന ജില്ലാ സബ് ജില്ലാ ഭാരവാഹികൾ,
ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, അവരെ തയ്യാറാക്കിയ അധ്യാപകർ, അവർക്ക് പിന്തുണ നൽകിയ സ്കൂൾ അധികൃതർ, ഇതിൻ്റെ വീഡിയോ തയ്യാറാക്കിയ ഹിന്ദി, ഉറുദു അധ്യാപകർ, അതുപോലെ തന്നെ ഇതിനെല്ലാവിധ പിന്തുണയും നൽകിയ രക്ഷിതാക്കൾ, എല്ലാവർക്കും, ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഉറുദു, ജയ് ഹിന്ദ്.